പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിയുടെ സന്തോഷം ഒരിക്കൽ കൂടി നമ്മിലണഞ്ഞ ഈ സുന്ദര സുദിനത്തിൽ ആ മഹാനരുടെ മധുര കീർത്തനങ്ങൾ പദ്യങ്ങളും ഗദ്യങ്ങളുമായി അന്തരീക്ഷത്തിൽ അലമാലകൾ തീർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുന്നിൽ ഞാനും പറയട്ടെ രണ്ട് വാക്കുകൾ. നമുക്കറിയാം, മുത്തുനബി ഈ പ്രപഞ്ചത്തിൽ ഉദയം കൊണ്ട സാഹചര്യം മനുഷ്യ ശരീരത്തിനും ആത്മാഭിമാനത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത മൃഗതുല്യമായ എന്നല്ല, മൃഗത്തിനേക്കാൾ അതം പതിച്ച ഒരു കൂട്ടം മനുഷ്യർ. കയ്യൊക്കൊണ്ടെങ്കിൽ ആർക്കും കാര്യക്കാരും നേതാവുമാകാമെന്ന അവസ്ഥയാണെന്നുണ്ടായിരുന്നത്. സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവർക്കും സ്ത്രീകൾക്കും ഒരു വിലയുമില്ലാതിരുന്ന കാലം. സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ആശ്രയം മറ്റവരെ ഉപയോഗപ്പെടുത്തിയിരുന്ന അന്ധകാരം നിറഞ്ഞുള്ള കാലഘട്ടം. ഈ സാഹചര്യത്തിലേക്കാണ് മുത്തുനബി കടന്നു വരുന്നത്. 23 വർഷത്തെ സംഭവബഹുലമായ പ്രവാചക ജീവിതത്തിൽ ആയിരുണ്ട യുഗത്തിന്റെ അവസ്ഥയാകെ മാറി മറിഞ്ഞു. ആശനർക്കും ആലംബഹീനർക്കും അർഹമായ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടി. അക്രമങ്ങൾക്കും അനാചാരത്തിനും അറുതി വന്നു. പണക്കാരനും പാവപ്പെട്ടവനും കറുത്തവനും വെളുത്തവനും തുല്യരാണ് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല ജീവിതത്തിൽ അവതരിപ്പിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുയും വെളുവെളുത്ത സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുയും തോളോട് തോളൊരുമ്മി മദീനയുടെ തെരുവീഥികളിൽ ഉല്ലസിച്ചു നടന്നു. ലോകത്തെ ഒരാൾക്കും സാധിക്കാത്ത എണ്ണിയാൽ തീരാത്ത മാതൃകകൾ മനുഷ്യകുലത്തിന് ഹബീബ് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഒന്നിനും കൊള്ളില്ലെന്ന് ലോകം വിധിയെഴുതിയ മനുഷ്യരെ ലോകത്ത് തന്നെ ഏറ്റവും ഉത്തമരായ ഉന്നതരായ മനുഷ്യരാക്കി പ്രപഞ്ചത്തിൽ മാതൃക കാണിച്ചവരാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനരുടെ ജന്മദിനത്തിൽ ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാനുഷിക മൂല്യങ്ങളും ധർമ്മങ്ങളും വീണ്ടെടുക്കാൻ ആ പ്രവാചകരെ അനുപാനം ചെയ്യുകയും അവിടുത്തെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിം ഉമ്മത്തായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ആ പ്രപഞ്ച ഗുരുവിനെ അനുഭാവനം ചെയ്യാനും ജീവന്റെ ജീവനായി സ്നേഹിക്കാനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.